ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം 28-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. 29-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷോസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം. മലയാളം: എല്ലാ ഭൂതങ്ങളും തുല്യർ, ഇല്ല നിഷ്ഠരൊരുത്തരും. എന്നെ ഭജിപ്പോൻ എന്നിലുത്താൻ, ഇവരിൽ ഞാനും ഓർക്കുക. അഹം സർവഭൂതേഷു, ഞാൻ എല്ലാ ജീവികളിലും സർവജീവികളിലും സമഹ തുല്യനാകുന്നു. മേ ദ്വേഷഃ നാസ്തി, എനിക്ക് അപ്രിയരായിട്ട് ആരും തന്നെ ഇല്ല. പ്രിയഃ ന, പ്രിയന്മാരായിട്ടും ആരുമില്ല. തുയേ, എന്നാൽ ആരാണോ മാം ഭക്ത്യാ ഭജന്തി, എന്നെ ഭക്തിയോടെ ഭജിക്കുന്നത്, തേ മയി അഭി, അവർ എന്നിലും, അഹം തേഷു ച, ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു. വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞത്. തുടങ്ങിയത് സമോഹം സർവഭൂതേഷു എന്നാണ്. എല്ലാ ഭൂതങ്ങളിലും ആത്മാവ് ഒന്ന് തന്നെയാണ്. ഒരേ എന്ന ബോധം നമ്മളിലെല്ലാം ഉണ്ടെങ്കിൽ ഇതിലെല്ലാം പ്രകാശിപ്പിക്കുന്നത് ഒരേ ചൈതന്യമാണ് എന്ന ബോധം നമ്മൾക്ക് ഉള്ളിലുണ്ടെങ്കിൽ അവൻ എപ്പോഴും ഭഗവാനെ തന്നെ ഭജിക്കുന്നു. അപ്പം അവരിൽ എന്ത് വരുന്നു? പ്രകാശം വരുന്നു. പക്ഷേ എനിക്ക് എല്ലാ ജീവികളും തുല്യന്മാർ തന്നെയാണ്. അപ്രിയനായിട്ട് ആരും ഇല്ല. നമേ ദേഷ്യോസ്തി ന പ്രിയ, എനിക്ക് ആരും പ്രിയരായിട്ടുമില്ല അപ്രിയരായിട്ടുമില്ല. അത് രണ്ടും നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ സൂര്യപ്രകാശമുണ്ട്. സൂര്യപ്രകാശം ഭൂമിയിലുള്ള വസ്തുക്കളിൽ പതിക്കുന്നു. ചില വസ്തുക്കളിൽ പതിക്കുമ്പോൾ അത് പ്രതിഫലിക്കുന്നു വളരെ ഭംഗിയായിട്ട്, അല്ലേ? ഇപ്പോൾ ഡയമണ്ടിലൊക്കെ ആണെങ്കിൽ തിളങ്ങുന്നു അത്. അതേ സൂര്യപ്രകാശം തന്നെ ഒരു മൺകട്ടയിലാണ് വീഴുന്നതെങ്കിൽ അവിടെ പ്രതിഫലനം കുറവായിരിക്കും. സൂര്യപ്രകാശം തട്ടി മൺകട്ട മിന്നി തിളങ്ങുന്നു എന്ന് നമ്മളാരും പറയാറില്ല. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരിലും തുല്യരാണെങ്കിൽ പോലും ചിലർക്ക് എന്നെ അറിയാനായിട്ട്, അതായത് എല്ലാ സർവഭൂതങ്ങളിലും നിലനിൽക്കുന്നത് ആയ ചൈതന്യമാണ് ഞാൻ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഭഗവാൻ പക്ഷഭേദം കാണിക്കുന്നുണ്ടോ എന്താണ്. ചിലർക്ക് ബന്ധം അല്ലെങ്കിൽ സംസാര സാഗരം തന്നെ, വീണ്ടും ജനനം വീണ്ടും മരണം ഇത് തന്നെ കൊടുക്കുന്നു. മറ്റു ചിലർക്ക് മുക്തി കൊടുക്കുന്നു. ഇതെന്താ കാരണം എന്നൊരു സംശയം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. എല്ലാ വസ്തുക്കളിലും ഒരുപോലെ സൂര്യപ്രകാശം വീഴുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ സർഫസിൻ്റെ, അല്ലെങ്കിൽ ആ ഏത് ഉപരിതലത്തിലാണോ വീഴുന്നത് ആ ഭാഗം നല്ല മിന്നിത്തിളങ്ങുന്നത്, നമ്മുടെ മനസ്സൊക്കെ പോലെ, നമ്മളുടെ മനസ്സ് വെക്കേണ്ടതുപോലെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിൽ തട്ടി ആ പ്രകാശം മിന്നിത്തിളങ്ങും. അല്ലാതെ നമ്മളും എല്ലാറ്റിൽ നിന്നും മനസ്സിനെ അടച്ചിട്ട് ഈ സംസാര ലോകത്ത് തന്നെ വീണ്ടും മറ്റുള്ളവരോട് വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വെച്ച് പെരുമാറുകയാണെങ്കിൽ നമ്മളുടെ മനസ്സ് ഇരുളടഞ്ഞതാണ്. അപ്പോൾ അവിടെ സൂര്യപ്രകാശം വരാനുള്ള ചാൻസ് ഇല്ല. ഇത് തന്നെ വേറൊരു തരത്തിലും പറയാം. സൂര്യപ്രകാശം നമ്മളുടെ വീട്ടിൽ എല്ലാ ജനലും വാതിലും എല്ലാം അടച്ചിട്ട് കർട്ടനും ഇട്ട്, ചില ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ, ഒരിക്കലും ജനലും വാതിലും തുറന്നിട്ടില്ല, ഒരിക്കലും. ഇപ്പോൾ പിന്നെ കുറച്ച് പേടിക്കും വേണം, ജീവികളൊക്കെ കയറുമെന്നുള്ളത്. അതിന് നെറ്റുണ്ടല്ലോ, നെറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ചിലർക്ക് ഇഷ്ടമല്ല ജനലും വാതിലും ഒക്കെ തുറന്നിടുന്നത്. പക്ഷേ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് രാവിലെ എണീറ്റാൽ തന്നെ എല്ലാ റൂമിൻ്റെയും ജനലും വാതിലും ഒക്കെ തുറന്നിടണം, കാറ്റും വെളിച്ചവും ധാരാളമായിട്ട് ഉള്ളിലേക്ക് കടക്കട്ടെ എന്നാണ്. അതേപോലെ തന്നെ നമ്മളുടെ മനസ്സ് തുറന്നിടുകയാണ് നമ്മൾ. ഒന്നിലും ആരോടും ദേഷ്യമോ വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരുതരം വികാരങ്ങളും ഇല്ലാതെ നമ്മളെല്ലാവരോടും എല്ലാവരെയും ചിത്തരായി കണ്ട്, അല്ലെങ്കിൽ തുല്യതയോടുകൂടെ കണ്ട് അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ മനസ്സും പ്രകാശിതമായിരിക്കും. നമുക്ക് ജീവിതത്തിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് കിട്ടും.
നമ്മളുടെ മനസ്സ് ഇരുണ്ടതാണ്. എല്ലാവരും പറയണത് നമുക്കിഷ്ടമല്ല. കാരണം എനിക്ക് അവരോട് ദേഷ്യം തോന്നുന്നു. അപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരോടുള്ള ദേഷ്യം കൊണ്ട് ഞാനത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ കൊട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്, ജനലും വാതിലും അടച്ചിട്ട പോലെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് പ്രകാശം വരുന്നത്? അപ്പം നമ്മുടെ മനസ്സിന് തന്നെ ഉള്ളിലുള്ള പരമാത്മാവിൻ്റെ ആ ചൈതന്യത്തെ നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും എല്ലാതും കൺട്രോൾ ചെയ്ത് അതിൻ്റെ എല്ലാം ലക്ഷ്യം പരമാത്മാവ് ആണ് എന്ന് മനസ്സിലാക്കുക. എല്ലാ സങ്കല്പങ്ങളെയും ഒരു സ്ഥലത്ത് കൂട്ടി വെച്ച് അതിനെ ഒരു ലക്ഷ്യം എന്താണ്, പരമാത്മാവിനെ അറിയുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വിചാരിച്ച് അതിലേക്ക് തിരിച്ചു വിടുക. അതാണ് ഭജന. ഭജന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരിക നമഃശിവായ ചെല്ലലും നാരായണായ നമ ചെല്ലലും, അത് 101 പ്രാവശ്യം ആവർത്തിക്കുക, അല്ലെങ്കിൽ 1001 പ്രാവശ്യം ആവർത്തിക്കുക. ഇതെല്ലാമാണ് ഭജന എന്നാണ് നമ്മളുടെ വിശ്വാസം. അത് ഭജനയല്ലേ എന്ന് വെച്ചാൽ അത് ഭജന തന്നെയാണ്. പക്ഷേ അപ്പോൾ നമ്മുടെ മനസ്സ് അവിടെ തന്നെ ആയിരിക്കണം. മനസ്സ് വേറെ എവിടെയെങ്കിലും പോയിട്ട്, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ, പൂജാമുറിയിലിരുന്ന് നമ്മൾ ഭജിക്കുന്നു, പക്ഷെ നമ്മുടെ മനസ്സ് അവിടെയൊന്നുമില്ല. 100 തരം കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിച്ചാടി വരാൻ വേണ്ടിയിട്ട്. അവരൊക്കെ ഇങ്ങനെ ഗേറ്റ് തുറക്കാൻ കാത്തിക്കുക. രാവിലെ ഗുരുവായൂരമ്പലത്തിൽ വാകച്ചാർത്തിനും നിർമ്മാല്യത്തിനും ഗേറ്റ് തുറക്കുമ്പോൾ ഒരു അടി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഓടുന്നൊരു സീനൊക്കെ ഓർമ്മ വരുന്നത്. അതേപോലെ എല്ലാവരും കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ നമഃശിവായ 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 അല്ലെങ്കിൽ നാരായണായ നമഃ എന്ന് ചൊല്ലുന്നത്. നമ്മുടെ മനസ്സ് അവിടെയൊന്നുമല്ല. അതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. മയി തേഷു ചാപ്യഹം എന്നാണ്, ഞാൻ അവരിലും അവർ എന്നിലും ആണ്. മുൻപുള്ള അധ്യായങ്ങളിലൊക്കെ പറഞ്ഞ പോലെ വിഷയാസക്തമായിട്ടുള്ളൊരു മനസ്സിന് ഒരു പൂർണ്ണമായിട്ടുള്ള ആനന്ദം അനുഭവിക്കില്ല. ഇരുട്ടുമുറി പോലെ തന്നെ, നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ മനസ്സിൻ്റെ നിലയാണ് ഒരുത്തനെ അല്ലെങ്കിൽ ഒരു ആളെ ദുഃഖിയാക്കുന്നതും സുഖിയാക്കുന്നതും ബന്ധനാക്കുന്നതും മുക്തനാക്കുന്നതും അല്ലേ. അപ്പോൾ ബാഹ്യവസ്തുക്കളുടെ പിന്നാലെയുള്ള സുഖം തേടിയിട്ട് പോകുന്ന മനസ്സ് ദുഃഖങ്ങളിൽപ്പെട്ട് തന്നെ അലയുള്ളൂ. എന്നാൽ ആ മനസ്സിനെ അതിൽ നിന്നെല്ലാം പിന്തിരിച്ച് ഈ പറഞ്ഞ പരമാത്മാവുമായിട്ടുള്ള അന്വേഷണം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാലേ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആനന്ദം കൈവരിക്കാൻ പറ്റും. അതുതന്നെയാണ് പ്രകാശം എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പോൾ സജ്ജനങ്ങൾക്ക് മാത്രമേ ഭഗവത് ഭജന ആവാൻ പാടുള്ളൂ എന്നുള്ള വല്ല നിയമമുണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം. അതൊക്കെ ചില ആൾക്കാർക്ക് മാത്രം വിധിച്ചതാണ്, നമുക്കൊന്നും പറ്റില്ല അങ്ങനെ പറയുമല്ലോ നമ്മൾ. ഈ കുട്ടികളൊക്കെ അങ്ങനെ കേട്ടോ, അത് ടീച്ചർ അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ. എന്താ 100 മാർക്ക് മേടിക്കാനേ, ഞങ്ങൾക്കൊന്നും പറ്റില്ല. എന്താ ഞങ്ങൾക്ക് പറ്റാത്തത്? അവർ കഠിനാധ്വാനം ചെയ്യും, ഞങ്ങൾക്ക് വയ്യ. അപ്പം പിന്നെ എങ്ങനെയാണ് കിട്ടുക മാർക്ക്? കഠിനാധ്വാനം ചെയ്യുന്നവർക്കല്ലേ കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ. മനസ്സ് കൊട്ടി അടയ്ക്കാതെ തുറന്നിട്ട് നമ്മളുടെ പ്രകാശം അതിനുള്ളിലേക്ക് വരാൻ സാധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം ഏകാഗ്രത, എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വിടുക. അതിന് വഹിക്കുമെങ്കിൽ നമ്മൾക്കും എന്ത് ചെയ്യാം, ഈ ആധ്യാത്മിക തലത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഭിചേത് സുദുരാചാരോ ഭജതേ മാ അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സ. മലയാളം: മറ്റൊന്നും നനയാതെന്നെ ഭജിക്കും ദുഷ്ടകർമ്മിയും സന്മാർഗത്തിൽ അണഞ്ഞോനായി സമ്മതൻ തന്നെ നിശ്ചയം. സുദുരാചാരഃ അഭി, കൊടിയ ദുരാചാരിയാണെങ്കിലും, മാം അനന്യഭാഗ്, എന്നെ അന്യചിന്ത കൂടാതെ, ഭജതേ ചേത്, ഭജിക്കുന്നു എങ്കിൽ, സഹ സാധുഹു ഏവ മന്തവ്യഃ, അവനെ നല്ലവനായി തന്നെ കരുതേണ്ടതാണ്. ഹിസ, എന്തെന്നാൽ അവൻ സമ്യക് വ്യവസിതഃ, നേർവഴിക്ക് മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് എല്ലാവരും എൻ്റെ മുന്നിൽ തുല്യരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ദുരാചാരി ആണെങ്കിൽ പോലും അവൻ എത്ര തീവ്രതയോടെയാണോ കുറ്റങ്ങൾ ചെയ്തത്, ഒരു കാലത്ത് അതിന് ശേഷം എങ്ങനെയെങ്കിലും ഏതെങ്കിലും വല്ല പ്രഭാഷണങ്ങൾ കേട്ടിട്ടോ
അല്ലെങ്കിൽ നമ്മൾക്ക് മാനസാന്തരം വരാൻ പല മാർഗങ്ങളുമുണ്ടല്ലേ. ധാരാളം വായിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു ഗുരുരൂപേണ ആരുടെയെങ്കിലും ദർശനത്താലോ എല്ലാം അവരുടെ ഉപദേശം കൊണ്ടോ അങ്ങനെയല്ല മാറി ഇനി എനിക്ക് നല്ലതായി ജീവിക്കണം എന്ന് തോന്നിയാൽ അവൻ ഭഗവാനോട് അടുക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ അത് ദുരാചാരി ആയിരുന്നു എന്ന് നമ്മൾ മുദ്ര കുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ. എങ്കിൽ പോലും അവനെ പാപിയായിട്ടല്ല കരുതേണ്ടത്, അവൻ നല്ലവനായി കരുതണം. കാരണം അവൻ തിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ നേരെ മനസ്സ് ഉറപ്പിച്ച് കഴിഞ്ഞ ഒരു ദുരാചാരി ആണെങ്കിൽ പോലും അവൻ പോലും എനിക്ക് ഒരുപോലെയാണ്. മറ്റുള്ള ഭക്തി നടിക്കുന്ന ആൾക്കാരേക്കാൾ ഒരു പക്ഷേ എനിക്കിഷ്ടം ഇവനോടായിരിക്കുമെന്ന്. ചിലർ ഭക്തി കാണിക്കുമല്ലോ അല്ലേ, ആഘോഷങ്ങൾ പോലെ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ഭക്തി ഞാൻ എന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് ഞാനത് ചെയ്ത് ഇന്ന് ഇത് ചെയ്തു, ഇത്ര വായിച്ചു. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം ചിലരൊക്കെ അങ്ങനെ ബുക്കെടുത്ത് വായിക്കുന്നുണ്ടാകും. പക്ഷെ അവരുടെ കണ്ണും മുഖവും മൂക്കും എല്ലാം മറ്റുള്ള ജനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇവിടെ പറയുന്നത് പാസ്റ്റിൽ അയാളുടെ കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ ജന്മമല്ല ഈ കാലത്ത് തന്നെ ആദ്യം അയാൾ ഒരു ദുരാചാരി ആയിരുന്നെങ്കിലും അവന് വേണമെങ്കിൽ എന്നിലേക്ക് അടുക്കാനായിട്ട് സാധിക്കും. ഭഗവത്ഗീതയിൽ ഒരിക്കലും അവൻ ദുരാചാരി ആയിരുന്നില്ലേ അതുകൊണ്ട് അവനെ ഞാൻ അനുഗ്രഹിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നില്ല. അവനെ അനുഗ്രഹിക്കുക, എന്ത് ദുർവൃത്തിയാണെങ്കിലും അതിൽ നിന്ന് മോചിപ്പിക്കാനും അനുഗ്രഹിക്കാനും ഒരു ഭഗവാൻ അല്ലെങ്കിൽ ഒരു എന്നല്ല ഭഗവാന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ ചെയ്തു കൊള്ളും. പക്ഷേ രണ്ടുപേരും മനസ്സ് വെക്കണം. ഭഗവാന് തോന്നണം ഇവൻ എന്നിലേക്ക് അടുക്കാൻ, അല്ലെങ്കിൽ ഇവൻ്റെ ലക്ഷ്യം ഇതാണ് എന്ന് ഭഗവാനും തോന്നിക്കഴിഞ്ഞു. അവനും തോന്നണം എൻ്റെ മാർഗങ്ങൾ ഇതുവരെ ഞാൻ ജീവിച്ചതല്ല എൻ്റെ ശരിയായ മാർഗം, ഭഗവാനെ അറിയലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടുപേരും നേരത്തെ പറഞ്ഞ പോലെ നടിക്കുന്നവരും ഭക്തന്മാരായി നടിക്കുന്നവരും ദുരാചാരികളും എല്ലാം എനിക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആധ്യാത്മിക മാർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലും ദുരാചാരിയെ പോലും നമ്മൾ സദാചാരിയായിട്ട് തന്നെ കാണേണ്ടതാണെന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. സമ്യക് വ്യവസിതോ ഹി സഹ, നേർവഴിക്ക് മനസ്സുറപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠൻ ആണ് എന്ന് തന്നെ എടുക്കണം അദ്ദേഹത്തെ പോലും. സ്വന്തം പ്രയത്നം കൊണ്ടും ഊർജ്ജസ്വലത കൊണ്ടും ഉത്സാഹത്തോടും കൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതും കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇവിടെ. കാരണം ദുരാചാരി ആണെങ്കിൽ ഇപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ അച്ഛൻ ഫോറിൻ നിന്ന് കൊണ്ടെന്താണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും. അപ്പോൾ അത് കണ്ട എത്ര നമ്മുടെ കയ്യിലുള്ള കുട്ടിയാണെങ്കിലും, അതായത് വാങ്ങാൻ ആസ്തിയുള്ള കുട്ടിയാണെങ്കിൽ പോലും ചെറിയൊരു കൗതുകം തോന്നും. അത് ചിലപ്പോൾ എടുത്ത് വെച്ചു എന്ന് വരും. ജസ്റ്റ് ഒന്ന് മാറ്റി അതെനിക്കെടുക്കാം എന്ന് തോന്നി ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി അവനത് എടുത്തു വയ്ക്കും കേട്ടോ. പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ പെൻസിൽ കാണുന്നില്ല. അവസാനം ടീച്ചർ, ഇതൊക്കെ സാധാരണ സംഭവിച്ചിട്ടുള്ളതാണ് ക്ലാസ്സുകളിലൊക്കെ, തിരഞ്ഞ എല്ലാവരുടെയും ബാഗൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ എടുത്തു വെച്ച കുട്ടിയുടെ ബാഗിൽ നിന്ന് അത് കിട്ടും. അവനവിടെ നാണക്കേടായി. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അവൻ കള്ളനായി. സത്യത്തിൽ അവൻ കള്ളനൊന്നുമല്ല, ആദ്യമായിട്ട് അങ്ങനെ ഒരു കൗതുകം തോന്നിയപ്പോൾ എടുത്തു വെച്ചതാണ്. പക്ഷെ പിന്നീട് അവനെ ഒരിക്കൽ പോലും കള്ളനല്ലാന്ന് ആരും തന്നെ പറയില്ല. എല്ലാവരും അവൻ കള്ളനാണ് എന്ന രീതിയിൽ പെരുമാറാറുണ്ട്. അപ്പം ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊന്നുമില്ല, അത് അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ. പക്ഷെ അവൻ്റെ മനസ്സിലും അയ്യോ എന്നെ കള്ളനെ വിളിക്കുമോ എന്നുള്ള പേടി അവൻ്റെ മനസ്സിലും തോന്നും. മറ്റുള്ളവരാണെങ്കിൽ ഇനി എന്ത് പോയാലും അതൊക്കെ അതവനെടുത്തുണ്ടാവും. കാരണം അവൻ അന്ന് പെൻസിൽ കട്ടതല്ലേ, അങ്ങനെ ഒരു മുദ്ര കുത്തും ചെയ്യും. അപ്പോൾ ഇവിടെ അങ്ങനെ ദുരാചാരികളെ അങ്ങനെ അവൻ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ മുദ്ര കുത്തേണ്ട ആവശ്യമില്ല. വീരന്മാർ എങ്ങനെയാണോ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ പോലെ തന്നെ ഇപ്പോൾ നേർവഴിക്ക് മനസ്സുറപ്പിച്ച് ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നവൻ ദുരാചാരിയാണെങ്കിൽ പോലും അവനെ നമ്മൾ ഏറ്റെടുക്കണം, തള്ളിക്കളയരുത്, ശ്രേഷ്ഠനായി തന്നെ കരുതണം. സഹ മന്ദവ്യ സമ്യക് വ്യവസിതോ ഹി സ.
ഇനി 31-ാമത്തെ ശ്ലോകമാണ് അടുത്ത ദിവസം ചൊല്ലാം. ഇതൊക്കെ പറയുന്നതെല്ലാം സത്യം തന്നെയാണോ? ഏകാഗ്രമായിട്ടുള്ള ഭക്തിയുടെ ശരിയായ ഫലം എന്താണ് എന്നുള്ളതാണ് 31-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. 34 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ 9 അധ്യായങ്ങൾ തീർന്നിട്ടുണ്ടാവും. ഓക്കെ. അസ്മിൻ പരാത്മനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.